എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ തന്നെ ഒരു ഫ്ലാഷ് ബാക്ക് ആയിരിക്കും കാണിക്കുക. ലൂഫി ആണെങ്കിൽ റെയിലിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ട്രെയിനിങ് ഒക്കെ എടുത്ത് പവർഫുള്ളായി വേറെ ലെവലായി മാറും. അവന്റെ കളർ ഓഫ് ഒബ്സർവേഷൻ പവർ അതിപ്പോ അതിന്റെ പീക്ക് ലെവലിൽ എത്തിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഡെയിലി പറയാത്ത മറ്റൊരു കാര്യം അവൻ അഡീഷണലായി അവന്റെ ബോഡിയിൽ കൊണ്ടുവന്നു, എലാസ്റ്റിസിറ്റി പവർ. സോ ആ ഒരു പവറിൽ ലൂഫി അങ്ങനെ വമ്പം ഫോഴ്സിൽ ഫ്ലൈ ചെയ്ത് വരികയാണ്. അവൻ സ്ട്രെയിറ്റ് ആയിട്ട് ഫ്ലൈ ചെയ്ത് വന്ന് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു മല അതിൽ ആഞ്ഞിടിച്ച് ആ ഒരു മല തന്നെ ഞൊട്ടിയടയിൽ അങ്ങനെ തവിട് പൊടിയാക്കുകയാണ്. റെയിലിക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം, കാരണം അവൻ അഡ്വാൻസ് ലെവലിൽ ചേഞ്ച് ആയിരിക്കുകയാണ്. റെയിലി ആഗ്രഹിച്ചതിനും അപ്പുറം ലൂഫി എത്തി. പക്ഷെ റെയിലി ആണെങ്കിൽ അപ്പോഴും ഒരു ഓസ്കാർ ആക്ടിംഗ് ഒക്കെ കൊടുത്ത് ഈ പവറൊന്നും ഒട്ടും പോരാന്ന് പറഞ്ഞ് ചാടി വന്ന് ലൂഫിയുടെ വയറ്റിൽ ആഞ്ഞെട്ടിക്കുകയാണ്. ആ ഒരു ഇടിയിൽ ലൂഫി വീണ്ടും അടിച്ച് താഴെ വീഴും. എന്തുപറ്റി ഇത്രയും വേഗം നിന്റെ കഴിവ് എബിലിറ്റിയൊക്കെ വീണുപോയോ? എന്റെ സ്ട്രെങ്ത് എന്താണെന്ന് എനിക്ക് കാണിച്ചു തരാൻ പറഞ്ഞ് റെയിലി ആണെങ്കിൽ അവന്റെ പിന്നാലെ പോയി ലൂഫി ആഞ്ഞടിക്കാനായിട്ട് തുടങ്ങും. ലൂഫി ആണെങ്കിൽ അവന്റെ ഓർഗൺ ഗൺ പവർ അതുപയോഗിച്ച് ഒരുപാട് കൈകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് റെയിലി അച്ചറം പൊച്ചറം ആഞ്ഞടിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് റെയിലിയാണ്, ലൂഫിയുടെ മാസ്റ്ററാണ്. ആളുടെ കളർ ഓഫ് ഒബ്സർവേഷൻ പവർ, ആ ഒരൊറ്റ പവറിൽ ആള് ലൂഫിയുടെ എല്ലാ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ട് ലൂഫിയെ തിരികെ പഞ്ച് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് പ്രസന്റ് കാണിക്കും. ഇത്തവണ ലൂഫി ആണെങ്കിൽ ഡിഫറെന്റ് ആയിട്ട് അവന്റെ സ്നേക്ക് പവർ ആയിരിക്കും ഉപയോഗിക്കുക. സാധാരണ ലൂഫി അവന്റെ പവർ അബ്സോർബ് ചെയ്ത് കാറ്റൊക്കെ ബോഡിയിൽ ഊതി വീർപ്പിച്ച് ബൗൺസ് ചെയ്ത് അറ്റാക്ക് ചെയ്യാറാണ് പതിവ്. പക്ഷെ ഇപ്പോഴാണെങ്കിൽ ലൂഫി അവന്റെ പവറും എബിലിറ്റിയും അതൊക്കെ കൺട്രോൾ ചെയ്ത് സേവ് ചെയ്ത് ആക്യുറേറ്റ് ആയിട്ട് പഞ്ച് ചെയ്യാനാണ് ഇങ്ങനെയൊരു ഫോമിലേക്ക് മാറിയത്. ലൂഫി ആണെങ്കിൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷനിലേക്ക് മാറുന്നത്. കാരണം മറ്റൊന്നുമല്ല, റെയിലി യൂസ് ചെയ്യുന്നത് പോലെ ആ കളർ ഓഫ് ഒബ്സർവേഷൻ പവർ അതിപ്പോ കട്ടഗുറി വില്ലനും നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സോ അവനെ പ്രിവെന്റ് ചെയ്യണമെങ്കിലും തോൽപ്പിക്കണമെങ്കിലും ഇങ്ങനെയൊരു ട്രാൻസ്ഫർമേഷൻ അത്യാവശ്യമാണെന്ന് ലൂഫിക്ക് അറിയാം. ഇവിടെ കട്ടഗുറി ആണെങ്കിൽ ലൂഫി അടിമുടി ഒന്ന് നോക്കും. അതിനുശേഷം കൈ ചുരുട്ടി ഒരൊറ്റ ഇടി. ആ ഒരു ഇടി ഉന്നൊന്നും തെറ്റാതെ കറക്റ്റായിട്ട് ലൂഫിക്ക് കിട്ടും. കട്ടഗുറിക്കാണെങ്കിൽ അവന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതിൽ കൺട്രോൾ പോയ ലൂഫി ആണെങ്കിൽ തിരിച്ച് ഒരു 3-4 പഞ്ച് ഒരുമിച്ച് കട്ടഗുറിക്ക് കൊടുത്ത് അവനെ തെറിപ്പിച്ച് കളയും. കട്ടഗുറി ആണെങ്കിൽ ഒരു സെക്കൻഡ് പാസ്റ്റിലേക്ക് പോവും. എങ്ങനെയാണ് ലൂഫിയുടെ പഞ്ച് അത് അവന്റെ ബോഡിയിൽ കൊണ്ടുവന്ന് അറിയാൻ. ലൂഫി ആണെങ്കിൽ അവന്റെ കൈ ഓരോ ഭാഗത്തേക്ക് ട്വിസ്റ്റും ടേണൊക്കെ ചെയ്താണ് അവനെ പഞ്ച് ചെയ്തത്. ആ ഒരു പഞ്ചാണ് കറക്റ്റായിട്ട് അവന്റെ ബോഡിയിൽ കൊണ്ടതും. ലൂഫി ആണെങ്കിൽ അപ്പോഴും അവന്റെ എനർജിയും ഫൈറ്റിംഗ് സ്കില്ലൊന്നും കൈവിടാതെ കട്ടഗുറി ആഞ്ഞു പഞ്ച് ചെയ്യും. കട്ടഗുറി ആണെങ്കിൽ ആ പഞ്ചിനെ പ്രിവെന്റ് ചെയ്യും. പക്ഷേ ഇത്തവണ ലൂഫിയുടെ പവറിൽ അവൻ അങ്ങനെ ദൂരേക്ക് തെറിച്ചു പോവാണ്. ആ ഫ്ലോറൊക്കെ തകർന്ന് കട്ടഗുറിക്ക് അവന്റെ പഞ്ച് കറക്റ്റായിട്ട് പ്രിവെന്റ് ചെയ്യാനോ തിരികെ അറ്റാക്ക് ചെയ്യാനോ കഴിയില്ല. ലൂഫിയുടെ ഫൈറ്റിംഗ് സ്കില്ല് അതും വേറൊരു ലെവലിലേക്ക് പൂർണ്ണമായിട്ടും അപ്ഗ്രേഡഡ് ആയി കഴിഞ്ഞുവെന്ന് കട്ടഗുറി തിരിച്ചറിയും. ഇനിയും ലൂഫിയുടെ മുൻപിൽ നിന്നാൽ 8ന്റെ പണി കിട്ടുമെന്ന് മനസ്സിലാക്കിയ കട്ടഗുറി അവനൊരു ഡോണറ്റായി മാറി ലൂഫിയുടെ കണ്ണു വെട്ടിച്ച് ഓരോ ഭാഗത്തേക്ക് ഉരുണ്ട് മാറുകയാണ്. ലൂഫി ആണെങ്കിൽ അവന്റെ പിന്നാലെ ഓടി പിടിക്കാൻ ശ്രമിക്കും. ഒടിയടയിൽ കട്ടഗുറി അവൻ വീണ്ടും ഹ്യൂമണായി മാറി ലൂഫിയോട് പറയും, 2 പഞ്ച് ചെയ്തു എന്ന് കരുതി ഒന്നും നേടിയിട്ടില്ല, തീർച്ചയായിട്ടും നീ എന്റെ മുൻപിൽ തോക്കൂന്ന് പറഞ്ഞ് വീണ്ടും അവർ ഫൈറ്റ് ചെയ്യും. ലൂഫി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവനൊരു വലിയ കോളം ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്പൈക്സ് ഒക്കെ കൊണ്ടുവന്ന് അത് വെച്ചൊരൊറ്റ അടി. ആ ഒരു അടിയിൽ ലൂഫി അങ്ങനെ ചോര തുളുമ്പി പെടയാനായിട്ട് തുടങ്ങും. മാത്രമല്ല ആ മോച്ചി പവറിൽ ലൂഫി ഒട്ടിയിരിക്കുകയാണ്. ആ വില്ലനാണെങ്കിൽ ലൂഫിയെ കറക്കി ബിൽഡിങ്ങിന്റെ ഓരോ ഭാഗത്തേക്ക് ആഞ്ഞടിക്കും. അതിനുശേഷം മുകളിലേക്ക് കൊണ്ടുപോയി ബമ്പം ഫോഴ്സ് കൊടുത്ത് നിലത്തൊരൊറ്റ അടി. ആ ഒരു അടിയിൽ ഫ്ലോർ അങ്ങനെ തകരുകയാണ്. കട്ടഗുറിക്കാണെങ്കിൽ ഇതൊരു ഭയങ്കര കോമ്പറ്റീഷൻ തന്നെയാണ്. കാരണം ഇതുവരെ ആരോടും അവൻ ഇങ്ങനെ ഫൈറ്റ് ചെയ്തിട്ടില്ല. കട്ടഗുറി ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ കിതച്ച് ഒരു ഭാഗത്ത് നിൽക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ നമ്മുടെ സാഞ്ചിയെയും പുട്ടിങ്ങിനെയും അവളുടെ ജെല്ലിയും കാണിക്കും. അവരാണെങ്കിൽ ഓൾമോസ്റ്റ് ആ സ്വീറ്റ് ഐലാൻഡിന്റെ തൊട്ടടുത്ത് എത്തിക്കഴിഞ്ഞു. സാഞ്ചി അവൻ ബൈനോക്കുലറിലൂടെ ആ ഐലാൻഡിന്റെ അവസ്ഥ നോക്കും. അപ്പൊ അവൻ കാണും ബിഗ് മോമിന്റെ ഫാമിലിയും റിലേറ്റീവ്സും അവളുടെ ആൾക്കാരും എല്ലാവരും ആ ഐലാൻഡിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. സാഞ്ചി അത് കാണേണ്ട താമസം ഉച്ചത്തിൽ വിളിച്ചു പറയും, സ്റ്റോപ്പ്, ഇനി ഒരു അടി പോലും നമ്മൾ മുൻപോട്ടേക്ക് പോകാൻ പാടില്ല. അത് കേൾക്കേണ്ട താമസം അപ്പ അത് സഡൻ ബ്രേക്ക് ഇടും. പുട്ടിങ് ആണെങ്കിൽ കൺട്രോൾ പോയി താഴേക്ക് വീഴാൻ തുടങ്ങും. അത് കണ്ട സാഞ്ചി ആണെങ്കിൽ അവളെ കൈ പിടിച്ച് കയറ്റുകയാണ്. അവൾക്കാണെങ്കിൽ സാഞ്ചി അവളുടെ കയ്യിൽ തൊടുമ്പോൾ ചെറുതായിട്ട് നാണമൊക്കെ വരും. പക്ഷെ അടുത്ത നിമിഷം അവന്റെ കൈ അവളെ തട്ടി മാറ്റും. അതിനുശേഷം ആ ബൈനോക്കുലർ മേടിച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യാണ്. ഓ മൈ ഗോഡ്,
ഇവിടെ എൻ്റെ ഫാമിലി മുഴുവൻ എത്തിക്കഴിഞ്ഞു. ഫാമിലി മാത്രമല്ല, അമ്മയുടെ അസിസ്റ്റൻസ്, റിലേറ്റീവ്സ് എന്നിങ്ങനെ എല്ലാവരും അവിടെ ഉണ്ട്. അവിടേക്കിപ്പോ നീയോ നിന്റെ ടീംമേറ്റ്സോ എത്തിയാൽ തീർച്ചയായിട്ടും അവരെല്ലാവരും നിങ്ങളെ തല്ലിക്കൊല്ലും. അവർക്കെല്ലാവർക്കും ഭയങ്കര പവറാണ്. കാരണവശാലും നിങ്ങൾ അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കാണാനായിട്ട് പാടില്ല. നിങ്ങൾ ചുരുക്കം ആൾക്കാർ മാത്രമാണ് ഉള്ളത്. അവര് അൺകൗണ്ടബിൾ ആൾക്കാരാണ് അവിടെ തടിച്ചു കൂടിയിരിക്കുന്നത്. ആണെങ്കിൽ ഐലാൻഡ് മുഴുവൻ നന്നായിട്ട് ചെക്ക് ചെയ്യും. അപ്പോ ആരുടെയും കണ്ണിൽ പെടാത്ത ഒരു ഹിഡൻ പ്ലേസ് അവൾ കണ്ടെത്തും. അവളാണെങ്കിൽ പായിനോട് ആ ഒരു ഭാഗത്തേക്ക് അവരെ കൊണ്ടുപോകാനായിട്ട് പറയും. മാത്രമല്ല, സീ ലെവലിനോട് ചേർന്ന് മൂവ് ചെയ്യാനായിരിക്കും അവൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക. കാരണം അങ്ങനെ മൂവ് ചെയ്താൽ നമ്മുടെ ആൾക്കാരെ പെട്ടെന്ന് ആരുടെ ശ്രദ്ധയിൽ പെടില്ല. ഉടനെ പാ ആണെങ്കിൽ അങ്ങനെ താഴ്ന്ന് സീ ലെവലിനോട് ചേർന്ന് പറക്കാനായിട്ട് തുടങ്ങും. അതേസമയം ജെല്ലി സാഞ്ചിയെയും ഇങ്ങനെയും താഴെ വീഴാതെ കവർ ചെയ്യാണ്. സാഞ്ചി ആണെങ്കിൽ ഒരു ഉറപ്പിന് അവളുടെ കൈ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പിടിക്കും. അതില് അവള് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആയി പ്രണയമഞ്ജരിയിൽ നീരാടി അവനെ റൊമാൻറ്റിക് ആയിട്ട് നോക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ മിറർ വേൾഡ് കാണിക്കും. അവിടെയാണെങ്കിൽ ആ കട്ടകുറി വില്ലൻ അവൻ ലൂഫിയെ തൂക്കിയെടുത്ത് അടിച്ച അടിയില് അവിടെയുള്ള ഒരു വലിയ ബേസ്മെന്റ് അത് തകർന്ന് ലൂഫി ആണെങ്കിൽ ഒരു കുഴിയിൽ വീണ് കിടക്കുകയാണ്. നീ എന്റെ പവർ അതിപ്പോ ശരിക്കും മനസ്സിലാക്കിയില്ലേ? നിന്നെ കഴിഞ്ഞ് നന്നായിട്ട് ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യാനും കാണാനും എനിക്ക് കഴിയും. സോ ഞാൻ ഇപ്പോഴും തയ്യാറാണ്. നിന്റെ ധൈര്യവും പവറും ചോർന്നു പോയിട്ടില്ല എങ്കിൽ മുകളിലേക്ക് വന്ന് എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറഞ്ഞ് വീണ്ടും അവൻ ലൂഫിയെ വെറുപ്പിച്ച് വെല്ലുവിളിക്കും. അത് കേട്ട് കൺട്രോൾ പോയ ലൂഫി അവൻ ഞൊടിയടയില് അങ്ങനെ ഫ്ലൈ ചെയ്ത് മുകളിലേക്ക് വരും. ലൂഫി ആണെങ്കിൽ അവന്റെ സ്നേക്ക് പവർ തന്നെ ഉപയോഗിച്ച് കുറിയെ നിർത്താതെ പഞ്ച് ചെയ്യാണ്. കട്ടുകുറിക്കാണെങ്കിൽ ബോധ്യപ്പെടും ഇപ്പോ അവന്റെ പഞ്ചൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് തടഞ്ഞ അവന്റെ എനർജി വളരെ വേഗം ഡ്രെയിനായി പോവും. മാത്രമല്ല, അവൻ ഓൾറെഡി ഒരുപാട് അടിയിടിയൊക്കെ കിട്ടിക്കഴിഞ്ഞു. സോ നൈസായിട്ട് ഇത് ഡെയിലി ആണെന്ന് പറഞ്ഞ് ലൂഫിയുടെ എല്ലാ പഞ്ചും അവൻ അങ്ങനെ ഒഴിഞ്ഞു മാറി രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ഒരു ഘട്ടം എത്തി കഴിയുമ്പോൾ അവനെ കൊണ്ട് ലൂഫിയുടെ അത്രയും സ്പീഡില് അറ്റാക്കിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ലൂഫിയുടെ അറ്റാക്കുകൾ അതിപ്പോ ഒന്നും വിടാതെ അവന്റെ ബോഡിയിൽ ഡയറക്റ്റ് ആയിട്ട് കൊള്ളാനായിട്ട് തുടങ്ങും. കട്ടുകുറിക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കാരണം ഭയന്നത് പോലെ തന്നെ ഇപ്പൊ ലൂഫി അവൻ നല്ല രീതിയിൽ ഇംപ്രൂവ്ഡായി അവനെ തിരികെ പഞ്ച് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. അടുത്തതായിട്ട് ലൂഫി അവൻ ബുള്ളറ്റ്സ് പോലെ ആ വില്ലനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. റെയിലി എങ്ങനെയൊക്കെ ലൂഫി അറ്റാക്ക് ചെയ്തോ അതുപോലെ ഒക്കെ ലൂഫി അവന്റെ നേർക്കും എക്സ്പെരിമെന്റ് നടത്തും. ആ സമയം കട്ടകുറി അവൻ ഫ്യൂച്ചർ ചെക്ക് ചെയ്ത് അവന്റെ മോച്ചി പവർ ക്രിയേറ്റ് ചെയ്ത് അതിലൂടെ രക്ഷപ്പെട്ട് ഓരോരോ ഭാഗത്തേക്ക് പോകും. കട്ടകുറിയാണെങ്കിൽ വീണ്ടും ഡോണറ്റ് ആയിട്ട് മാറും. ഇത്തവണ നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ഉരുണ്ടുരുണ്ട് ഒരൊറ്റ അടിക്ക് ലൂഫിയെ കൊല്ലാൻ അങ്ങനെ പാഞ്ഞടുക്കും. ആ സമയം ലൂഫി ആണെങ്കിൽ എന്തോ ബബിള് പോലെ ചില പവറുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് ആ വില്ലന്റെ അടുത്തേക്ക് വരികയാണ്. കട്ട് ചെയ്ത സാക്ഷാൽ റെയിലിയെ കാണിക്കുകയാണ്. റെയിലിയും ആളുടെ വൈഫും അവർ രണ്ടുപേരും ഭയങ്കരമായിട്ട് ടെൻസ്ഡായി ലൂഫിയെ കുറിച്ച് തന്നെ ചിന്തിക്കും. റെയിലിക്ക് നന്നായിട്ട് അറിയാം ഇനി മുതൽ നമ്മുടെ ലൂഫി അവൻ വലിയൊരു കോമ്പറ്റീഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണെന്ന്. അവൻ ഫേസ് ചെയ്യേണ്ടതും ഫൈറ്റ് ചെയ്യേണ്ടതുമായിട്ടുള്ള ആൾക്കാർ അവർ നിസ്സാരക്കാരല്ല. റെയിലി ആണെങ്കിൽ ക്യാഷ്വലായിട്ട് വൈഫിനോട് സംസാരിക്കും. അതേസമയം അവന്റെ മനസ്സിൽ ലൂഫിയെ കുറിച്ച് ഓർത്തുള്ള ടെൻഷനും ആകുലതകളും അതങ്ങനെ കൂടി വരും. കട്ട് ചെയ്ത ഇവിടെ ലൂഫിയെ കാണിക്കും. അവൻ ബബിൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അവന്റെ കൈ അത് ശരിക്കും ഒരു കോബ്രയെ പോലെ ആക്കി മാറ്റും. കട്ടകുറി എപ്പോഴത്തേതും പോലെ വലിയൊരു ബോൾ ക്രിയേറ്റ് ചെയ്ത് അതിൽ സ്പൈക്ക് കൊണ്ടുവന്ന് ലൂഫിയെ ആഞ്ഞടിക്കുകയാണ്. ലൂഫിയുടെ സ്നേക്കും അവന്റെ ബോളും അത് രണ്ടും അങ്ങനെ കൂട്ടിയിടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.